രണ്ട് വണ്ടി കൂട്ടിയിടിച്ച് വീണിട്ടാണ്. ഇതാ ഇതിന് പോവാൻ പറ്റൂല, ജസ്റ്റ് മിസ്. രണ്ടും ഇടിച്ചു കുത്തി വീണു. ഏതായാലും ഞങ്ങൾ നേരത്തെ നേരാക്കട്ടെ കേട്ടോ. ഞങ്ങളും നമ്മുടെ ഈ ബുൾജറ്റിന്റെ വണ്ടി കണ്ടിരിക്കുന്നു. അവരെയും കണ്ടു. അതും നമ്മുടെ അടൽ ടണൽ വെച്ചല്ലേ. രാത്രി വരുന്ന വഴിക്ക് കണ്ടത്. നമ്മുടെ നാട്ടിലെ വലിയ യൂട്യൂബർമാരെ കണ്ടിരിക്കുന്നു. മാഷും ഉണ്ട്. അതേ നമ്മുടെ അതും മഞ്ഞുമലയെ വെച്ച് ഇവരെ വീണ്ടും കണ്ടിരിക്കുന്നു. രാത്രി ആയതുകൊണ്ട് ഇന്നലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ രാവിലെ വരുന്നവർക്ക് മൊത്തം നോക്കിണ്ടായിരുന്നു അല്ലേ? അതന്നെ. ഇതാ നമ്മുടെ നെപ്പോളിയൻ ക്രോസ് ചെയ്തു. ആദ്യം കണ്ടത് വരിക അല്ലേ? ഇന്നലെ ഞങ്ങൾ ശരിക്കും മിസ്സായി കണ്ടില്ലല്ലോ. നിങ്ങൾ റൂമിലാണോ? എവിടെ താഴോട്ട് ഇറങ്ങിയായിരുന്നു? മണാലി കയറി വന്നായിരുന്നു അല്ലേ? നിങ്ങൾ കയറി ഞങ്ങൾ താഴെ തന്നെ കിടന്നു. അപ്പൊ ഇവരുടെ വണ്ടിയൊക്കെ കാണിച്ചത്. ഇപ്പൊ ലിബിനൊക്കെ ഇവിടെ വന്ന് കുങ്കുമപ്പൂവിന്റെ വില ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ കുങ്കുമപ്പൂ കഴിച്ചു കേട്ടോ. കുങ്കുമപ്പൂ കഴിച്ചു. ഒന്നും കൂടെ ഒരു എനർജി ആയി. നമ്മൾക്ക് ഈ കയ്യിലിട്ട് തന്നാല് ഇങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ച് ഇതായാൽ ഈ കൈക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ. സത്യം. ഈ കയ്യിലിട്ട് തന്നെ ഞങ്ങള് മറ്റേ ഡാലിലേക്ക് 7 പാക്കറ്റ് 200 രൂപയ്ക്ക് വാങ്ങി. 7 പാക്കറ്റ്. ഇതൊക്കെ ചെറിയ സാധനം. ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും മഞ്ഞിനകത്ത് വെച്ച് ഇവരെ കാണാൻ പറ്റും. ഇവരെ വണ്ടി കാണാമെന്ന്. ഇതാണ് നമ്മുടെ നെപ്പോളിയൻ. ഇവരുടെ സെറ്റപ്പ്. അന്നാ സൈക്കിള് മറ്റേ പോയിട്ട് ശരിയാക്കിയായിരുന്നു സൈക്കിളൊക്കെ. ഇല്ല, ഇനി മുമ്പേ വെച്ചിട്ടാണ് മൊത്തം പരിപാടി. ആണോ? ഒരു പുതിയ വണ്ടി എടുത്തിട്ട്. എന്നത്തേക്കാ പുതിയ വണ്ടി വരുന്നത്? അടുത്ത മാസത്തോടെ ഇറക്കും ഞങ്ങൾ. അതല്ലേ? ഇവരുടെ സെറ്റപ്പ് വണ്ടി നെപ്പോളിയൻ. ഇതാ മാഷിന്റെ വണ്ടിയുണ്ട്. ഇവർക്ക് ബാക്കപ്പ് അല്ലേ? പക്ഷേ ബാക്കപ്പ് വെഹിക്കിൾ എന്ന് പറഞ്ഞല്ലേ? അതന്നെ. അത് നമ്മുടെ മഹീന്ദ്ര ആയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ഇതിന് കയറ്റം. ഇതും നമ്മുടെ KL 59. നമ്മുടെ KL 59 ആറാ. പൊളി. മലയാളീസ് വന്നിട്ട് അതന്നെ. ഇവിടെ മൊത്തം മലയാളികളാന്ന് തോന്നുന്നു. ഇവിടെ മാഷന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇവിടുന്ന് വേറെ നമ്മുടെ സ്ഥലം ഏതാ? പാലക്കാടുള്ള ഒരു മാഷെ പരിചയം. മാഷിന്റെ പേരെങ്ങനെ? മനോജ് അല്ലേ? അപ്പോൾ പാലക്കാട് എവിടെ സ്ഥലം? മാഷല്ലേ? സ്പോർട്സ് മാഷ്. അപ്പോൾ മാഷും ഫാമിലിയും കൂടി ഇത് അവരുടെ MG സെക്ടറിൽ നാട് കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. അവരവിടെ ഫാമിലിയായിട്ട് വന്നതാണ്. മഞ്ഞിനകത്ത് കളിക്കുന്നു. കുറേ ദിവസമായി മാഷ വന്നിട്ട്? 6-ാം ദിവസം. എവിടെയൊക്കെ പോയി? ഇവിടെ ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക്. ഇത് കഴിഞ്ഞോട്ടെ ഇനി നേരെ നാട്ടിലേക്ക് റോത്തങ് പാസിൽ ഒന്ന് പോകണം. ജസ്റ്റ് ഒന്ന് കാണാം. ശ്രീനഗർ പോകുന്നുണ്ടോ? ശ്രീനഗർ ഞാൻ അടുത്തിട്ടുണ്ട്. ചെറിയ ദൂരമല്ലേ ഉള്ളൂ. ചെറിയ 200 സംതിങ് കിലോമീറ്റർ ഉള്ളൂ. വിസിറ്റ് പറ്റുവാണെങ്കിൽ അത്രേ ഉള്ളൂ. ഇതിലൂടെ പോകാൻ പറ്റില്ല. ഇപ്പോൾ ആണെങ്കിലും ഗുണമെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകൾ തീരെ കുറവാണ്. ഈ റേറ്റ് മാത്രമല്ല, നല്ല രസമാണ്. ചില ആൾക്കാരില്ലാത്തതുകൊണ്ട് അതിൻ്റെ അവരുടെ ഇതില്ലേ സ്ഥാനത്തേക്ക് ദാരിലേക്ക് വേണ്ടി തോണിയെ പോകുന്നു. അതിലൊക്കെ അടിപൊളിയായിട്ട് പോകും. നല്ല സെറ്റപ്പ് ആയിപ്പോൾ. ഇവിടുന്ന് ചെറിയ ദൂരമുള്ളൂ. മണാലിയിൽ നിന്ന് ദൂരം ഇട്ട് നോക്ക്. ഒരു ദിവസത്തിനുള്ളിൽ പോയി വിസിറ്റ് ചെയ്ത് വരാവുന്നേ ഉള്ളൂ. മണാലി 200 സംതിങ് കിലോമീറ്റർ. വേണ്ട. അപ്പം നമ്മൾ സംസാരിച്ചിട്ട് ബാക്കി കാണാം.
യെസ് ഉണ്ട്. രണ്ടുപേരുണ്ട്. അടിപൊളി. പിന്നെ ഇവിടേക്ക് വരാൻ പറ്റുന്ന ആരും വിചാരിച്ചോട്ടെ. സത്യം. വീണ്ടും മീൻ പിടിച്ചിട്ട് ഞങ്ങള് ഇന്ന് ഞങ്ങളുടെ ദിവസം ഇവരുടെ കൂടെയാണ്. ഇതാ മഞ്ഞിച്ചാട്ടി ഇപ്പൊ വീണാണ് കേട്ടോ. റോഡിലൊക്കെ മൊത്തം മഞ്ഞ. അപ്പൊ അവരവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടാണ് ഒടുക്കത്തെ വ്യൂ. ആകാശത്തിന്റെ കളറാണ് ഒരു രക്ഷയില്ലാത്തത്. അനീഷ് അവന്റെ എയർബാൻഡും കാര്യങ്ങളെടുത്ത് സെറ്റ് ചെയ്തുണ്ട്. മാഷിനെ മഞ്ഞിപ്പോയി വീണ് ഫോട്ടോ എടുക്കുന്നു. കാശ് കൊണ്ട് നനഞ്ഞെന്ന് പറഞ്ഞു. ബൈക്കാരുടെ യാത്രികരെ സ്വപ്നമാണ്. അതെ അല്ലേ, നാട്ടിൽ കൂടി ചുമ്മാ നടന്നാൽ പോരാ, ഒന്ന് കാണണം. എന്റെ അമ്മോ, ആകാശത്തിന്റെ കളർ രക്ഷയില്ല. അനീഷ് മഞ്ഞിക്കൂടി കളിക്കാൻ പോവാന്നാ പറയാ. അവന്റെ ദേ കുഞ്ഞു പിള്ളേരെ മറ്റേ അംഗൻവാടി കൊണ്ടുവിട്ടാലത്തെ അവസ്ഥയാണ് അവന്റെ. എടാ കാലിനുള്ളിൽ മഞ്ഞ് കയറൂടാ, പിന്നെ ഒടിച്ചെടുക്കേണ്ടി വരും വിരല്. പൊളി, ഒരു രക്ഷയില്ല. കയ്യോടിയും വാ. അധികം തണുത്ത് കഴിഞ്ഞാൽ ശരിയാകൂല, ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്. ഇവിടെയൊക്കെ ഐസ് മാതിരി ഫ്രിഡ്ജിനേക്കാളും വലിയ അവസ്ഥയിലുള്ളത്. ഇവിടെ എന്താ കൃഷി ഉണ്ടായിരുന്നു, ക്യാബേജോ മറ്റോ. അവരവരുടെ ഡ്രോൺ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. എന്നെ പറയണ നടത്തില്ല, ആവേശം കൊണ്ട് അല്ലേ. ഇവരുടെ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. ഈ ബുൾജറ്റും ഞങ്ങളുടെ സ്കൂട്ടി, എന്താ സ്കൂട്ടൂർസിൻ്റെ സ്കൂട്ടി, നമ്മുടെ മാഷിൻ്റെ വണ്ടി. ഇതാ പപ്പ ഇവിടെ തൊഴിച്ച് കളിക്കുക മഞ്ഞൊക്കെ. ഇതാ ആവേശം കൊണ്ട്. പുള്ളിക്ക് ഇപ്പോൾ ഒരു 10-18 വയസ്സ് പ്രായം കുറഞ്ഞു. പ്രായം കുറഞ്ഞ ഇവിടെ ഒരാൾ ചെറുപ്പക്കാരനായിട്ട് നടക്കില്ല കൂടെ. സോക്സിനടക്കം മഞ്ഞ് കയറും കേട്ടോ. അമ്പ കയറിയേ സോക്സിനടക്കെല്ലാം മഞ്ഞ് കയറി. നല്ല തണുപ്പുണ്ട്. എൻ്റെ ഷർട്ടിനുള്ളിലൊക്കെ മഞ്ഞ് കയറി ആവേശം മൂത്തിട്ട്.
പാലത്തിന്റെ അവസ്ഥ ഇത്. വീണു 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 വീണു. രണ്ട് വണ്ടി കൂട്ടിയിടിച്ച് വീണിട്ടാണ്. ഇതാ ഇതിന് പോവാൻ പറ്റൂല, ജസ്റ്റ് മിസ്. രണ്ടും ഇടിച്ചു കുത്തി വീണു. ഏതായാലും ഞങ്ങൾ എടുത്ത് നേരാക്കട്ടെ കേട്ടോ. വണ്ടി ചവിട്ടിയിട്ട് നിന്നില്ല, ജസ്റ്റ് വന്ന് ഇടിച്ചു കേട്ടോ. ഇപ്പൊ ജിഷ്ണു എടുത്ത് നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ തള്ളി വയ്ക്കാറ് അപ്പുറത്തെ കൊണ്ടുകൊണ്ട് വരും. ഈ വെള്ളം ഇതായതുകൊണ്ട് വണ്ടി നീങ്ങുന്നില്ല നമ്മുടെ വണ്ടി. അതും എങ്ങനെയും ഇപ്പോൾ സ്ലിപ്പാവുക ചെയ്യുന്നത്. അപ്പം വീഴ്ച കഴിഞ്ഞിട്ട് ജിഷ്ണു ഇതാ തുഴഞ്ഞ് പോകുന്നുണ്ട്. എടാ ഒന്നുകൂടി വീഴാ, മിക്കവാറും ഒന്നുകൂടി വീഴാൻ ചാൻസ് ഉണ്ട്. പൊളി സ്ലിപ്പാവാണ്. ഞങ്ങൾ ടയർ ഇന്നത്തെ ഹൈവേ ടയർ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ ഇവിടെ കാര്യമൊന്നുമില്ല, കാറ് മാത്രമേ ഇതിലേക്കൂടെ മര്യാദയ്ക്ക് പോകുള്ളൂ കേട്ടോ. ഇനിയുള്ള വഴി എന്താണെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും അവൻ പോയിട്ടുണ്ട്, വീണിട്ടൊന്നുമില്ല. അതാ ഈ വിളിച്ചിട്ട് വഴിക്കായി കിടക്കുന്നുണ്ട്. ഇടിച്ച് ഞങ്ങൾ സത്യമായിട്ടും ഞങ്ങൾ ആദ്യം വീണു, അവർ വന്ന് പുറകിലിടിച്ചു. പോരെ ഒന്നും പറയണ്ട. പക്ഷെ പാലം പൊളി. എന്തായാലും അവൻ അക്കരെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് റോട്ടിൽ വല്ല ഇവിടെ പാലമായതുകൊണ്ട് ഇതൊന്ന് തോണ്ടി ഇത് ക്ലിയർ ചെയ്ത് കളഞ്ഞിട്ടില്ല. വീഴ്ചയുടെ ചെറിയ വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഓമിനി വന്ന് എനിക്കിട്ട് തട്ടിയോ എന്ന് ചോദിച്ചാൽ തട്ടിയിട്ടുണ്ട്. ചെറിയ വേദനയൊക്കെ മരച്ചിരിക്കുന്ന വേദന തിരിയുന്നില്ല. എന്നും വൈകുന്നേരം റൂമിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാം എന്താ അവസ്ഥ എന്നുള്ള കാര്യം. ബൈക്കേഴ്സൊക്കെ തുഴഞ്ഞു വരുന്നുണ്ട്. എന്താ പൊന്നോ, അവന്മാർ നമ്മുടെ മുമ്പിൽ പുറകിലാക്കി മുന്നിൽ പോയിട്ടുണ്ട്.
ഞങ്ങൾ വീഴാതെ എത്തി. കയറി വന്നു. ഞങ്ങളെത്തി. എന്താ പൊന്നോ സത്യം. ഇതിൽ റോഡ് ഏതാ മഞ്ഞ ഏതാന്ന് തിരിയുന്നില്ല അല്ലേ? ഇതാ ജിഷ്ണു മഞ്ഞ് വരയ്ക്കോ കുളിക്കോ ഒക്കെ ചെയ്യുന്നുണ്ട്. അവന്റെ പേര് പോടായിരുന്നു. അയ്യോ പൊളി പൊളി. ഇതാ അവരിവിടെ വീഡിയോ ഷൂട്ടിങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. നീ എന്നാ മിണ്ടാതിരിക്കുന്നത്? നിനക്ക് തണുത്തിലൊന്നും പറയാനില്ലേ? ഇത് അവനോട് ഗ്ലൗസ് ഇട്ട് അവന് തണുക്കോ? ഞാൻ അതാ ഗ്ലൗസ് പോലുമില്ല. താഴെയാണ് നമ്മൾ കയറി വന്ന വഴി. 3-4 ഹെയർപിന് കയറി വന്നാലും നമ്മുടെ വണ്ടി ഇതാ ചക്കരവത്ത് ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ കയറി എത്തിയിട്ടുണ്ട്. പൊളി. ഇത് അവരുടെ വണ്ടിയുടെ സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടീൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ജിഷ്ണു ഇതാ കൈയെല്ലാം തിരുമി മരിച്ചെന്നാ വന്നേ, മറിച്ചിട്ട്. എന്നാലും ഇവർ പെട്ടു, ഞങ്ങളും. എന്താ പറയുന്നത്? എന്താ പറയുന്നത്? പോലീസുകാരനാണ്. 4 ദിവസത്തേക്ക് ഇവിടെ ക്ലോസിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മളേതായാലും ഇവിടുന്ന് തിരിക്കാൻ തീരുമാനിച്ചു. തിരിക്കാമല്ലോ നമുക്ക് തിരിക്കാം. ഓക്കെ, അപ്പം ഇവിടുത്തെ കാഴ്ച എന്തായാലും ഇവിടുത്തെ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരികയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇപ്പം ഈ വണ്ടി ഇവിടെ തിരിക്കലാണ് ഇവിടുത്തെ റിസ്ക്. മേലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ എന്തായാലും അവർ തിരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി താഴെയുള്ള മാഷ് വണ്ടി ഇവിടെ തിരിക്കാൻ നോക്കുന്നുണ്ട്. ഓ, അപ്പോൾ എന്തായാലും എടാ തിരിച്ചോ പോകാൻ പറ്റില്ല. 4 ദിവസത്തെ ക്ലോസിംഗ് ആണ് പോലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ തിരിക്കാം. അപ്പോൾ എന്തായാലും വണ്ടി ഞങ്ങൾ ഇവിടെ താഴെ സൈഡാക്കി. ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ആ കിടക്കുന്ന ജീപ്പ് കോമ്പസ് ഉണ്ട് അവിടെ, റെഡ് ചങ്ങായി. ആദ്യം നേരത്തെ അവിടെ നിന്ന് ഐസൊക്കെ ആയിട്ട് കയറി വന്നായിരുന്നു. ചങ്ങായി അവിടെ പെട്ടിട്ടുള്ളത്. ഇവിടെ കുറച്ച് ടൂറിസ്റ്റ് ഉണ്ട്. ഇതാ ഇവരൊക്കെ ഷർട്ടൊക്കെ ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. ഇവിടെ സമ്മതിക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അവർ വെഡ്ഡിങ്ങിൻ്റെ എന്തോ പ്രോ വെഡ്ഡിങ് ഷൂട്ടായിട്ട് ഇറങ്ങിയവരാണ്. അപ്പോൾ ഡ്രസ്സ് മാറുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ കുടുങ്ങിയിട്ടുള്ള. എന്നാലും ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. എന്തോ ഇതുമായിട്ടങ്ങ് സെറ്റായെന്ന് തോന്നുന്നു. ജീപ്പ് എന്തായാലും അവിടെ കുടുങ്ങിയിട്ടുള്ളത്. നോക്കാം അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. പുള്ളി മഞ്ഞിലോട്ട് കയറിയതാണ്. ബാക്കിയുള്ളവരൊക്കെ നടന്നൊക്കെ പോകുന്നുണ്ട്. ബൈക്കിൽ നിന്ന് ഉന്തി മാറ്റുമായിരുന്നു. ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം 3 വണ്ടി ഇവിടെ ഒരേപോലെ. ഒരു വണ്ടി അവിടെ നിങ്ങൾ റിട്ടേൺ ഇറങ്ങി വന്നതാ. 2 വണ്ടി അങ്ങോട്ട് കയറാണ്. ഏറ്റവും വലിയ കോമഡിയും ചെറുതാ ഇതിന് കട്ട വെച്ചേക്കുന്ന ഐസാ കേട്ടോ. ഇതാ ജീപ്പൊക്കെ മൊത്തം ഐസിനകത്തുള്ള. ഒരു രക്ഷയില്ല കേട്ടോ. എന്നാൽ ശരിക്കും കുടുങ്ങിയവർ. ഇനിയിപ്പോൾ മൊത്തം മാറ്റി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഫ്രണ്ട് പോയി കാണിച്ചിരാം. ഞാൻ കുറച്ച് മേലോട്ട്
നെക്സ്റ്റ് ആണെന്ത് പുള്ളി അതാണ് സേഫ് കേട്ടോ. ഞങ്ങൾക്ക് നേരെ ഇറങ്ങിപ്പോൾ ഐസ് മാറിക്കഴിഞ്ഞാൽ. പക്ഷേ ഇത് നടക്കാൻ പോലും പറ്റാത്ത സംഭവം. നോക്കിയോ, കോമ്പസ് വെട്ടിട്ടാണല്ലേ. എന്താ ഇപ്പോൾ 2 വണ്ടി കോമ്പസ് മാറിയാൽ തന്നെ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. പക്ഷേ എന്താ അവരെല്ലാം കയറി വരുന്നുണ്ട്. വണ്ടിയൊക്കെ ഞങ്ങളങ്ങ് താഴെ പാർക്ക് ചെയ്തു. അപ്പം ഒരു വണ്ടി റിവേഴ്സ് ഇറക്കി ഈ വണ്ടി പോവാണ്. ഇവിടുത്തെ നടന്ന് പോകാൻ പോലും പറ്റും കേട്ടോ. കാലൊക്കെ തെന്നിപ്പോവാണ്. ഇവിടെ മറ്റേ മോഡൽ ഷൂ ഒക്കെ ഇട്ടിട്ട് ആൾക്കാർ നടക്കുന്നത്. മേലെ പോലീസിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. അവർ ഇത് മാറ്റാനുള്ള പണിയൊക്കെ നോക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങോട്ട് ആകുമ്പോൾ അന്യായ ആൾക്കാരൊക്കെ ഇവിടെ പെട്ടു. ഇപ്പം എന്തായാലും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥ കേട്ടോ. നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മാഷ ഇപ്പുറത്ത് വരെ തെന്നും ഇതിനകത്ത് പോരെ. ഞാൻ ഒന്ന് വീണിട്ടിരിക്കുക ഇപ്പം. അത് വണ്ടി ഉറച്ചിട്ട് അതിലേക്കൂടെ നടക്കാൻ പറ്റും. ശരിക്കും ഗ്ലാസ് പോലെയുള്ള വേറെ ഓപ്ഷൻ ചെയിൻ ഇടുക. അത് പിന്നെ വീലിൽ ചെയിൻ ഇടുക. ചെയിനിട്ട് കയറി വരാൻ പറ്റും. അപ്പം ഞങ്ങളെന്തായാലും മേലോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചിറങ്ങിയിട്ടുള്ള റോത്തങ് പാസ് നമുക്ക് അടുത്ത യാത്ര റോത്തം പാസ് ഉണ്ട്. പിന്നെ നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലേ. അവിടെയൊക്കെ ഞങ്ങൾ അതെല്ലാം കൂടി പ്ലാൻ ചെയ്ത ദിവസം വരുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ ടണലിറങ്ങി പുറത്തിറങ്ങിയപ്പോണ്ട് ഒരു കണ്ണൂർ വണ്ടി KL 13 വണ്ടി അല്ലേ. അപ്പോൾ നമുക്കവിടെ പരിചയപ്പെടാം. ബൈ, പേരെന്താ? അർഷദ്. ഓക്കെ, ആപ്പിളൊക്കെ ഉണ്ട്. ഓക്കെ, പേരെന്താ പറഞ്ഞു? ഷഫാസ്. ഓക്കെ, പുള്ളിക്കാരനെയോ? എവിടെ സ്ഥലം? എവിടെ നിങ്ങള്? കണ്ണൂർ കക്കാട് അല്ലേ. നമ്മള് പയ്യാവൂർ. ഞങ്ങൾ വിട്ടിട്ട് ഏകദേശം 10-17 ദിവസമായി. 17 ദിവസമായി. ഞങ്ങളിങ്ങനെ കറങ്ങി എല്ലായിടത്തും കറങ്ങി ഇനി മണാലി ഒന്ന് ജസ്റ്റ് ഘട്ടം കറങ്ങിയിട്ട് അത് ഷിംല. ഓക്കെ, അടിപൊളി. പേര് പറഞ്ഞില്ല. ഫസൽ. ആക്ച്വലി നമ്മള് കഴിഞ്ഞ 6-ാം തീയതി വിട്ടതാ. 6-ാം തീയതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഗൈസ് വീണ്ടും ഞങ്ങൾ അടിപൊളിയാണല്ലോ. മാസ്ക് ഒന്ന് ജസ്റ്റ് മാറ്റി മുഖം കാണിക്കാവോ? അപ്പം എറണാകുളം ആ പുള്ളി ബുള്ളറ്റിന് വന്നാണ്. എത്ര ദിവസം പരിപാടിയാ? ആണോ? നാട്ടിൽ നേരെ ഇങ്ങോട്ട് വന്നാണോ ട്രെയിൻ കയറി വന്നിട്ട് വണ്ടി എടുത്തിട്ട് വരുന്നത് അല്ലേ? ഒറ്റയ്ക്കുണ്ട്. അപ്പോൾ സോളോ റൈഡറാണ്. അപ്പോൾ റോത്തങ് പാസ് കയറാൻ വേണ്ടി പോവാം. പാസ് ക്ലോസ് ആണ്. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ താഴെ വെച്ച് നമ്മുടെ ബ്ലോക്ക് അവിടെ മഞ്ഞ് വീണ് നടക്കും. നമ്മളെ ബ്ലോക്ക് കാണുക. ഇവിടുന്ന് 12 കിലോമീറ്റർ ടണല്. 12 കിലോമീറ്റർ കഴിഞ്ഞാൽ 10 കിലോമീറ്റർ കൂടി നമുക്ക് ഓടിക്കാൻ പറ്റും. ഇഷ്ടംപോലെ ആളുണ്ട്. ഇപ്പോൾ ചെല്ലുവാണേലാണ് ഇത് പറഞ്ഞാൽ 5 മണി അതെ വേഗം വിടുവാണേലും അല്ലെങ്കിൽ ഇരുട്ടി വരും. അപ്പോൾ എന്തായാലും പുള്ളിനെ നമ്മൾ യാത്രയാക്കിയേക്കാം. പുള്ളിക്ക് അതിൽ നമ്മൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ സൊളാങ് വാലിയിലാണുള്ളത്. അവിടെ യാക്ക് കൊണ്ട് പോകുന്നു. യാക്കയാണ് ഇവിടെ ആൾക്കാർ കൊണ്ടുപോകുന്നത് അല്ലേ. ഈ മഞ്ഞിനകത്തോടെ പിന്നെ ഇവിടെ കാണുന്ന സംഭവം വെച്ചാൽ ഫുള്ള് ബ്ലോക്കാണ്. നല്ല തിരക്കുണ്ട് ഇപ്പോൾ. നല്ല ടൂറിസ്റ്റുകളുടെ ദിവസമാണ്. അതെ, സൈഡിൽ കൂടി ഇതാ ചെറിയ ചായക്കട പോലെ സെറ്റപ്പ് അല്ലേ. യാക്ക്, കുതിര, ഇതിൻ്റെ പുറത്തൊക്കെയാണ് ആൾക്കാർ അങ്ങനെ ടൂറിസ്റ്റ് കൊണ്ടുപോകുന്നത്. പിന്നെ മറ്റേ 4 വീല് ബൈക്ക് ഉണ്ടല്ലോ ഇവിടെ. നല്ല ബ്ലോക്കാണല്ലോ. ഇതാ ഈ കാണുന്നതാണ് ബൈക്ക് കേട്ടോ. ഇവിടുത്തെ റൈഡേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. DL അങ്ങനെ അടൽ ടണലിനോടും മഞ്ഞിൻ്റെ കാഴ്ചകളോടും വിട പറഞ്ഞ് ഞങ്ങൾ മണാലിയിലേക്ക് ഇറങ്ങുകയാണ്. ഇതിപ്പോൾ സൊളാങ് വാലി എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉണ്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി. മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ അങ്ങ് മുകളിൽ ആണ് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം ബ്ലോക്കുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടിയെല്ലാം സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇവിടെയും റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൊളാങ് വാലിയിൽ നമുക്ക് താമസിക്കാം. പക്ഷേ ഈ മഞ്ഞിലും ഈ തണുപ്പിൽ എങ്ങനെ താമസിക്കുന്നുള്ളതിനെക്കുറിച്ചാണ് അറിയത്തില്ലത്. ഇവിടെ എല്ലാം ധാബകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ ധാബകളുണ്ട്. ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഗൈഡുകളുണ്ട്. കൊണ്ടുപോകാൻ വണ്ടികളുണ്ട്. എന്തായാലും സൊളാങ് വാലിയോടും അടൽ ടണലിനോടും മഞ്ഞിൻ്റെ കാഴ്ചകളോടും ബൈ പറഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം.